ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടു കാണുമല്ലേ, ഒരു ബീട്രൂട്ട് ഫേസ് പാക്കിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണ്ടേ എന്ന് പറയുന്നതിനെക്കാട്ടും മുന്നേ അതിൻ്റെ യൂസസ് എന്താണെന്ന് കണ്ടിട്ട് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പറയാം അല്ലേ. കാരണം നമ്മൾ ഏതൊരു സാധനം നമ്മൾ കഴിക്കുകയാണെങ്കിലും തേക്കുവാണെങ്കിലും ഇടുവാണെങ്കിലും ആദ്യം നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ തരും, ഇല്ല അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കുമല്ലേ ബെറ്ററായിട്ട് നമുക്ക് വരിക, നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് നോക്കാം. പിന്നെ ഞാനിത് ലൈവായിട്ട് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഫേസിൽ ഇടുന്നത് വേറൊരു ഷോട്ടായിട്ട്, പിന്നെ അത് കഴുകി കളയുന്നത് ഞാൻ എടുത്തിട്ടും ഇല്ല കേട്ടോ. കാരണം അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. കാരണം അപ്പോഴത്തേക്ക് കൊച്ചെണീക്കും, കൊച്ചിന് ഫീഡ് ചെയ്യാനൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് വാഷ് ചെയ്യേണ്ട സമയമൊക്കെ വരും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പതിയെ പതിയെ മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഫേസ് പാക്കിൻ്റെ യൂസസ് ആണ് കേട്ടോ. അതിൽ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ യൂസസ് ഞാൻ പറയണില്ല, ഫുള്ളായിട്ടുള്ള ഒരു യൂസസ് പറയാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ലോങ് വീഡിയോ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, എനിക്ക് തന്നെ കാണാൻ രസം ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നല്ല ഒരു സോഫ്റ്റായിട്ട് ഒരു സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ അതേപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, ഞാൻ പുറത്തിരുന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെയൊക്കെ നോയ്സ് ഇതിലേക്ക് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങളങ്ങോട്ട് മായ്ച്ചറിഞ്ഞേരെ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നമ്മുടെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിരിക്കുമല്ലോ, അപ്പോൾ ഡ്രൈനെയൊക്കെ ഒന്ന് എന്താ പറയുക ഹൈഡ്രേറ്റ് ചെയ്ത് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫേസിലുള്ള ആക്നി, പിമ്പിൾസ് ഇതിനെതിരെയൊക്കെ ആയിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനും ഈ ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ പോകാൻ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഓടിപ്പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറ് കുറച്ച് എടുക്കാം കേട്ടോ. അത് വൈറ്റ് റൈസ് ആണ് അത്രയും നല്ലത്. പിന്നെ ഒരു ഹാഫ് പോലും വേണ്ട ബീട്രൂട്ട് പൊട്ടറ്റോയും ഹാഫ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ റോസ് വാട്ടർ, മുൾട്ടാനി മുൾട്ടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് പാക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കാരണം ഞാൻ കുറച്ച് ലേറ്റായി പോയി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു കളറായി പോയിട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എന്നിട്ടൊരു 20 മിനിറ്റ്സ് വെച്ചാൽ മതി. ഒരു സെമി ഡ്രൈ ഒക്കെ ആവുന്ന സമയത്ത് നമുക്കത് നന്നായിട്ടൊരു സ്ക്രബ് ചെയ്ത് പോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പൊട്ടറ്റോ ജ്യൂസിൻ്റെ കാര്യം എന്തായാലും മറക്കണ്ട, കാരണം അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ അപ്പം തന്നെ തേച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഞാനിത് ആ ഫേസിൽ അത് കഴിഞ്ഞിട്ട് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. ലിപ്സ്റ്റിക്കും ഐലൈനറും ഇട്ട് ഒരു പൊട്ടും കുത്തി, അത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടോ അതുണ്ട് അതിൻ്റെ ബാക്കിയൊക്കെ ഇത് ഇവിടെയൊക്കെ ഇരിക്കുകയാണ്, ഇനി കുളിക്കുമ്പോൾ ഇതൊക്കെ പോവുള്ളൂ. അപ്പം നല്ലൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതൊരു DIY ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ആണെങ്കിലും നമുക്ക് പതിയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് ട്വൈസ് എ വീക്കൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും എന്തായാലും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നും ഉള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടേക്ക് ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.